ഈ ആയുർവേദ ചൂസ് ചെയ്യാൻ എന്താണ് ഇൻസ്പയർ ചെയ്തത്? ട്രഡീഷൻ ആണോ, സയൻസ് ആണോ, അത് എന്തെങ്കിലും ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണോ? പേഴ്സണൽ എക്സ്പീരിയൻസ് എന്തായാലും ഉണ്ട്. എൻ്റെ അച്ഛൻ ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നു. അപ്പോൾ കുറേ അലോപ്പതി മെഡിസിൻസ് ഒക്കെ കൊടുക്കുന്ന സമയത്തൊന്നും ഇതിനൊന്നും റിസൾട്ട് ഇല്ല. പക്ഷെ ഞാൻ പറഞ്ഞതുകൊണ്ട് അച്ഛൻ ആയുർവേദം കഴിച്ചിട്ടുമില്ല. പിന്നെ എനിക്ക് പേഴ്സണലി കുറച്ചും കൂടി ട്രഡീഷൻ ഫോളോ ചെയ്യണമെന്ന് പണ്ടുണ്ടായിരുന്നു, ഇപ്പോഴല്ല പണ്ട്. പിന്നെ ഞാൻ പഠിച്ചത് സംസ്കൃതമാണ്. അപ്പോൾ എനിക്ക് സംസ്കൃതവും ബയോളജിയും കൂടെ വേണ്ട ഒരു ടോപ്പിക്ക് പഠിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ വീട്ടുകാർക്ക് എന്നെ ഡോക്ടറാക്കണമെന്നായിരുന്നു. അങ്ങനെ നോക്കിയപ്പോൾ ബയോളജി ആൻഡ് സംസ്കൃതം ഉള്ള സബ്ജക്റ്റ് ആയുർവേദമാണ്. അങ്ങനെയാണ് ചൂസ് ചെയ്തത്. കാരണം മെഡിക്കൽ പ്രൊഫഷനിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അലോപ്പതി എനിക്ക് പഠിക്കാൻ ഇഷ്ടമല്ല. എനിക്ക് എന്തോ ചൗരസ്യാസ് എനിക്കറിയാം, ടെക്സ്റ്റൊക്കെ എനിക്കറിയാം. അപ്പം എനിക്കത് താല്പര്യമില്ല അലോപ്പതി മെഡിസിൻ പഠിക്കാൻ. പിന്നെ കാരണം എനിക്ക് അതിൻ്റെ സൈഡ് എഫക്ട്സ് അറിയാം. ആയുർവേദത്തിന് സൈഡ് എഫക്ട്സ് ഉണ്ട് കേട്ടോ, ഇല്ല എന്നല്ല. എന്നാലും എനിക്ക് അലോപ്പതി വഴി പോകണ്ട. ഹോമിയോ, അമ്മയ്ക്ക് ഇഷ്ടം ഹോമിയോ, അച്ഛനിഷ്ടം ഹോമിയോ ആയിരുന്നു, അമ്മയ്ക്ക് ഇഷ്ടം BDS ആയിരുന്നു. അപ്പം ഞാൻ ആരും പറയണത് കേൾക്കാതെ ആയുർവേദം എടുത്തു. അമ്മ എന്നോട് 2 മാസം വേണ്ടിയിട്ടില്ല. അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ അവസാനം ഞാൻ ഫിലോസഫിക്കൊക്കെ പോയി ജോയിൻ ചെയ്തു. ഇവരാരും പറയണമെന്ന് കേൾക്കാതെ അവസാനം അച്ഛൻ പറഞ്ഞു, എന്നാ ഇഷ്ടമുള്ളത് എന്താ? ഞാൻ ഫിലോസഫി പഠിക്കാം. അങ്ങനെ ഒരു കോളേജിൽ പോയി ഫിലോസഫിക്കൊക്കെ ജോയിൻ ചെയ്തു. അപ്പോൾ അവിടുത്തെ മിസ്സ് പറഞ്ഞു, മാർക്ക് കുറവായിട്ടല്ലല്ലോ വന്നത്, നല്ല പഠിക്കുമായിരുന്നു സ്കൂളിലൊക്കെ. അപ്പം ഇത് കുട്ടിക്ക് നല്ല മാർക്ക് ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഫിലോസഫിക്ക്, അതായത് ഫിലോസഫി പഠിക്കണവർ മാർക്ക് ഇല്ലാത്തവരായിരുന്നു അന്നേരമാണ്. ഞാൻ അതെന്താ ഫിലോസഫി പഠിച്ചാൽ? അപ്പോൾ അവിടെ ഒരു കോളേജിൽ അടുത്ത് IAS കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ ഓക്കെ, അപ്പോൾ IAS കോച്ചിങ്ങിന് വിടാം. അപ്പം ഞാൻ എനിക്കത് പഠിക്കണ്ട, ഞാൻ എന്തിനാണ്? അങ്ങനെ എന്നോട് പറഞ്ഞു, നിനക്ക് എന്താ ഇഷ്ടം? ഞാൻ എനിക്ക് ആയുർവേദമാണ്, അതിനെന്തായാലും ഇവിടുന്ന് വിടില്ല, കാരണം സ്കോപ്പ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു, ഒന്നെങ്കിൽ BDS അല്ലെങ്കിൽ ഹോമിയോ അല്ലെങ്കിൽ അലോപ്പതി. നമ്മൾ പഠിച്ച എൻട്രൻസ് ഒക്കെ എഴുതുന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് എന്നോട് പറഞ്ഞു, എന്താണ് ഇഷ്ടം അതിന് വിടില്ല. അപ്പം അതങ്ങനെയാണ്, ഇഷ്ടമുള്ളതൊന്നും സമ്മതിക്കില്ലാത്തൊരു ഇതുണ്ട്. അപ്പോൾ അതവർക്ക് പേടിയാണ്. അന്നേ അവർ പറയണ പോലെ നമ്മൾ ചെയ്തു വരുമ്പോൾ, അല്ല അവർ പറയണ പോലെ നമ്മൾ ചെയ്തില്ലെങ്കിൽ പിന്നീട് നമ്മൾ ലൈഫ് ഡിസിഷൻസ് ഒക്കെ എടുക്കുമെന്നൊക്കെ ഒരു പേടിയാണ്. പക്ഷെ ഇപ്പൊ പേടിയൊക്കെ കറക്റ്റ് അങ്ങനെ തന്നെ അവർ പേടിച്ചത് തന്നെ സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പം അമ്മ പറഞ്ഞു, ഇങ്ങനെ ആയുർവേദത്തിന് വിടില്ല, വേറെ എന്താണെന്ന് വെച്ചാൽ പഠിച്ചോ, ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പോയി ഫിലോസഫിക്ക് ചേർന്നു. ഫിലോസഫി ടീച്ചർ പറഞ്ഞു, നല്ല മാർക്ക് ഉണ്ടല്ലോ, വേറെ എന്തെങ്കിലും പഠിച്ചൂടെ? അപ്പം അച്ഛൻ ഒന്നും കൂടെ എൻ്റെ കോളേജിൽ, ഞാൻ പഠിച്ചിറങ്ങിയ കോളേജിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഈ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടുമെന്ന്. അപ്പം നാളെ വന്നോളാൻ പറഞ്ഞു. മാർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഇവരെന്തിനാ എന്നെ ആയുർവേദം പഠിപ്പിക്കാതിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, അലോപ്പതിക്ക് കൊടുക്കേണ്ട പേയ്മെന്റ് ഇവിടെ കൊടുത്താൽ പോരെ, ഡൊണേഷൻ ഒക്കെ ഉണ്ടാവും ചിലപ്പോൾ. പക്ഷെ മാർക്ക് ഉണ്ടായിരുന്നു, എന്നാലും കുറച്ച് പേയ്മെന്റ് നമ്മൾ കൊടുക്കേണ്ടി വരും. അത് നാട്ടിൽ തന്നെ എന്നെ പഠിപ്പിക്കുള്ളൂ, കേരളത്തിന് പുറത്ത് വിടില്ല. അങ്ങനെയൊക്കെ കുറച്ച് ഉണ്ട്. അച്ഛനും ഞാൻ മാത്രമേ ഉള്ളൂ. അതൊക്കെ നമ്മൾ പിന്നെ സ്നേഹത്തിന്റെ പുറത്തങ്ങ് സമ്മതിച്ചു. പക്ഷെ ഞാനും പിന്നെ ഭയങ്കര ഫാദർ പേഴ്സൺ ആണ്, ഭയങ്കര ഡാഡ് പേഴ്സൺ ആണ്. അപ്പൊ എനിക്കും കാണാതിരിക്കാനൊന്നും പറ്റുന്നില്ല. ഞാൻ ഹോസ്റ്റലിലൊക്കെ പോയിട്ട് 2 years കഴിഞ്ഞിട്ട് തിരിച്ച് വെക്കേറ്റ് ചെയ്ത് വീട്ടിൽ വന്നുപോയി. 1.5 മണിക്കൂർ ട്രാവൽ ഉണ്ടെങ്കിലും വന്നൊക്കെ പോയി. അപ്പൊ അങ്ങനെയാണ് ആയുർവേദം ചൂസ് ചെയ്തത്. കാരണം എൻ്റെ മാത്രം ഇഷ്ടത്തിനാണ് ചൂസ് ചെയ്തത്. ഇപ്പൊ എവിടെ ആയുർവേദം? സ്വന്തം ഇഷ്ടത്തിന് പഠിക്കാം. ഇപ്പൊ എവിടെ ആയുർവേദം? ഞാൻ സംസ്കൃതം ഉണ്ടല്ലോ, പാട്ട് എഴുതുന്നുണ്ടല്ലോ. ഇല്ല, ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതെനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ആയുർവേദം പഠിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ബയോളജി ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ആയുർവേദം നല്ലതാ. നമുക്കൊരു ഭയങ്കര ഗ്രൗണ്ടഡ് ആയിരിക്കാൻ പറ്റും. അതിന്റെ ഫിലോസഫി ഉണ്ട്, ആയുർവേദിക് ഫിലോസഫി ഉണ്ട്. അതൊക്കെ പഠിക്കുമ്പോൾ ഭയങ്കര ഒരു സമാധാനമാണ്. ആ സമാധാനം അനുഭവിച്ചു ഫസ്റ്റ് ഇയറിൽ. അപ്പൊ എനിക്ക് 2nd year-ഉം 3rd year ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആയുർവേദം പഠിക്കാൻ. സിലബസ് കുറച്ച് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ ഒന്നും അല്ല, അലോപ്പതി പോലെ തന്നെയാണ്. പക്ഷെ ആയുർവേദം എനിക്ക് തോന്നുന്നത് എല്ലാവരും ഒരു ഫസ്റ്റ് ഇയർ ആയുർവേദത്തിലെ കുറച്ച് സബ്ജക്ട്സ് ലൈഫ് ലെസൺസ് ആയിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ പഠിച്ചാൽ നല്ലതാണ്. എവിടെയെങ്കിലുമൊക്കെ എനിക്ക് ഇനി ട്യൂഷനൊക്കെ എടുക്കുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഫസ്റ്റ് ഇയർ ആയുർവേദം എടുക്കും, പഠിപ്പിച്ചു കൊടുക്കും. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കുറെ സബ്ജക്ട്സ് ഉണ്ട് അതിൽ. നല്ലതാ. അങ്ങനെ ഇപ്പോ ഡോക്ടർ ആയുർവേദവും ട്രീറ്റ്മെന്റും എല്ലാം പറഞ്ഞോണ്ട് ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം കേരളത്തിലെ ചുമയാണ്, തൊണ്ടവേദന. അതെ. എന്തെങ്കിലും ഒരു മരുന്ന് നമുക്ക് വേണ്ടിയിട്ട് എനിക്കുണ്ട്, അതുകൊണ്ട് കൂടെയാണ്. ഒന്നാമത്തെ കാര്യം, നമ്മൾ കൺസൾട്ട് ചെയ്യുന്നത് ഓരോ മനുഷ്യരെ ഓരോ പോലെയാണ്. ഇപ്പൊ ടിൻഡുവിന് ഒരു ട്വിൻ ഉണ്ടെങ്കിൽ നിങ്ങൾ 2 പേർക്ക് 2 മെഡിസിനാണ് കൊടുക്കുക. ഫിംഗർ പ്രിന്റ്സ് പോലെയാണ്, ഐഡന്റിക്കൽ അല്ല ആയുർവേദത്തിലെ മെഡിസിൻസ് ഒന്നും. നമുക്ക് ഭയങ്കര സ്പെസിഫിക് ആണ്, ഒട്ടും ജനറൽ അല്ല. ഇപ്പൊ ഒരു കുഞ്ഞു കുട്ടിക്ക് കൊടുക്കുന്ന മരുന്ന് തന്നെ, പാരസെറ്റമോൾ തന്നെ കുറച്ച് ഏജ് ഉള്ള ഒരാൾക്ക് ഒരേ അസുഖത്തിന് കൊടുക്കാം. പക്ഷെ ആയുർവേദത്തിൽ അങ്ങനെയല്ല. ആയുർവേദത്തിൽ ഓരോ പ്രകൃതി അനാലിസിസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നോക്കിയിട്ട് അപ്പോൾ ഒരാളെ നമ്മളൊരു 1/2-3 മണിക്കൂർ ഇരുന്ന് കൺസൾട്ട് ചെയ്ത് അവരുടെ പ്രകൃതി അനലൈസ് ചെയ്തിട്ട് മാത്രമേ അവർക്ക് മെഡിസിൻ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇപ്പൊ ചുമന്ന് പറഞ്ഞില്ലേ, എനിക്ക് ഇപ്പൊ അനലൈസ് ചെയ്ത് പ്രകൃതിയൊക്കെ പറഞ്ഞ് മരുന്ന് തരാം. പക്ഷെ അങ്ങനെ ചെയ്യരുത്. നമ്മൾ സമയം എടുത്ത് ഓരോരുത്തരുടെ പ്രകൃതി, സാരത, ഇതൊക്കെ കുറെ ഉണ്ട്.
നമ്മൾ ഈ 5.5 കൊല്ലം പഠിച്ചതൊക്കെ ഇതാണ്. അപ്പം അതെല്ലാം നോക്കി കൺസൾട്ട് ചെയ്ത് പ്രോപ്പറായിട്ട് മാത്രമേ മെഡിസിൻ കൊടുക്കാവൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഇതിനോടനുബന്ധിച്ച് തന്നെ ഒരു ക്വസ്റ്റ്യൻ, നമുക്ക് നോർമൽ ആൾക്കാർക്ക് ആയുർവേദത്തിനെ കുറിച്ചുള്ള ഒരു മിത്ത് എന്തായിരിക്കും? ആയുർവേദം ബോഗസ് ആണെന്നാണ് നോർമൽ ആൾക്കാർ വിശ്വസിക്കുന്നത്. ആയുർവേദം സയന്റിഫിക് അല്ലെന്നാണ് ആൾക്കാർ വിശ്വസിക്കുന്നത്. അപ്പം സയന്റിഫിക് എന്നുള്ള ടേമിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് അവരും നോക്കണം, തിയറി എന്താണെന്നുള്ളത് അവരും നോക്കണം. അപ്പൊ തിയറി എന്ന് പറയുന്നത് ഞങ്ങളൊരു ഞാൻ ശ്ലോകം പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കൊന്നും മനസ്സിലാവില്ല. കേൾക്കാൻ നല്ല രസമായിരിക്കും ഡോക്ടർ. അല്ല, പരീക്ഷകർ ബഹുവിധം പരീക്ഷ ഹേതുവിശ്വ സാധേത്വ സ്ഥാപ്യത നിർണയ. ഞാൻ ഫസ്റ്റ് ഇയർ പരീക്ഷ മനസ്സിലായി, പരീക്ഷ അങ്ങനെയല്ല. പരീക്ഷകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ എക്സ്പെരിമെന്റ്സ് ചെയ്യുന്ന ആൾക്കാര് കുറെ പ്രാവശ്യം പരീക്ഷിച്ച് ഒരു ഡിസിഷനിലേക്ക് എത്തി. അതിനാണ് സ്ഥാപ്യത നിർണയ എന്ന് പറയുന്നത്. അപ്പം ഹേതു വിശ്വ സാധ്യത അതിന്റെ റീസണിങ് ഒക്കെ നടത്തി അവരൊരു ഡിസിഷനിലേക്ക് എത്തി. അങ്ങനെ ഡിസൈഡ് ചെയ്യുന്ന ഒന്നിനെയാണ് തിയറി എന്ന് പറയുന്നത്. അതാണ് സിദ്ധാന്തം. അപ്പൊ ആയുർവേദം ത്രിദോഷ സിദ്ധാന്തത്തിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സയൻസ് ആണ്. ഓക്കെ, അപ്പൊ അത് സയൻസ് ആണ്. അപ്പൊ അത് സയന്റിഫിക് ആണോ എന്നുള്ളതിന് സയന്റിഫിക്കിന്റെ ഡെഫിനിഷനിലോട്ട് പോകേണ്ടി വരും. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. പക്ഷെ ഈ തിയറി എന്ന് പറയുന്ന ഒരു കാര്യത്തിന് നമ്മൾ എത്രത്തോളം എന്താ പറയാ റീസൺ ചെയ്യാൻ പറ്റുന്നുണ്ട്, അതായത് ഈ തിയറീനെ സാധൂകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ തിയറി അവിടെ വാലിഡ് ആണ്. ആ തിയറി അനുസരിച്ച് മെഡിസിൻ കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് അസുഖം മാറുന്നുണ്ടെങ്കിൽ അത് സയന്റിഫിക് ആണ്. അപ്പൊ ഇവരിത് സയന്റിഫിക് അല്ല എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. കാരണം ഞാനിത് പഠിച്ച ഒരാളാണ്. എനിക്ക് പേഴ്സണലി ബെനിഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ട്സിന് അസുഖം മാറിയിട്ടുണ്ട്. അപ്പം ഇവരിത് സയന്റിഫിക് അല്ല എന്ന് പറഞ്ഞ് ബോഗസാന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നു. പിന്നെ ഹോമിയോപ്പറ്റി കുറെ പറയുന്നുണ്ട്, മിത്താണ്. എനിക്ക് ഹോമിയോ ഞാൻ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിയില്ല. അലോപ്പതി ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് ആയുർവേദത്തിൽ അലോപ്പതി പഠിക്കേണ്ടതായിട്ടുണ്ട്, അനാറ്റമി ഫിസിയോളജി ഒക്കെ. അപ്പൊ നമുക്ക് അറിയാം എവിടെയൊക്കെ എങ്ങനെയൊക്കെ ആണെന്നുള്ളത്. സോ ആയുർവേദം ഭയങ്കരമായിട്ട് കൊള്ളില്ല, മോശമാണെന്ന് പറയുന്നവരോട് ഞാൻ ഇരുന്ന് വാദിക്കും, ഇങ്ങനെയാണ്. എന്നിട്ട് ഞങ്ങളുടെ ഒരു സാറുണ്ട് കോട്ടക്കൽ, ദിനേശ് സാറുണ്ട്. സാറിന്റെ ഒരു വലിയൊരു യൂട്യൂബ് ഇതുണ്ട്, ഇതിനെപ്പറ്റിയുള്ള സംവാദം. ഞാനിത് അയച്ചു കൊടുക്കും, നിങ്ങളിത് കണ്ടിട്ട് പറയൂ. കാരണം അതിനകത്ത് എല്ലാം പറയുന്നുണ്ട് സാറ്. ആയുർവേദം എന്താണ്, സയന്റിഫിക് എന്ന് പറയുന്നത് എന്താണ്, തിയറി എന്താണ്, എല്ലാം. തിയറിയെ പറ്റി സാർ അധികം സംസാരിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഇത് പറഞ്ഞു. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ പുള്ളി പറഞ്ഞു തരുന്നുണ്ട്. ഇതൊന്നും കേൾക്കാതെയാണ് ആൾക്കാർ ഓരോന്ന് പറയുന്നത്. അപ്പൊ എനിക്കിങ്ങനെ ഇത് ഞങ്ങൾ പഠിച്ചൊരു സാധനമല്ലേ, അപ്പൊ ഞങ്ങൾക്ക് അറിയാലോ, നമ്മൾ മരുന്ന് കൊടുത്ത ആൾക്കാർക്ക് അസുഖം മാറി അവർ വീണ്ടും വരുന്നുണ്ടല്ലോ. അപ്പൊ ഇതെങ്ങനെയാണ് ബോഗസ് ആവുക, ഇതെങ്ങനെയാണ് അൺസയന്റിഫിക് ആവുക? അപ്പൊ അതിനെ പറ്റിയിട്ടൊക്കെ വീട്ടിൽ സ്ഥിരം ഇത് തന്നെയാണ്. കാരണം എൻ്റെ അമ്മ ആയുർവേദം കഴിക്കില്ല, അമ്മ അലോപ്പതിയാണ്, പക്ഷെ പെയിൻ കില്ലേഴ്സ് കഴിക്കും നല്ല രീതിയിൽ. അപ്പൊ അത് പറയുമ്പോൾ നമ്മൾ തമ്മിൽ അടിയാവും. ഞാൻ സൈഡിലേക്ക് ഞാൻ പോയില്ല, അനുഭവിക്കാം. അങ്ങനെ പറഞ്ഞു വിടും. നമുക്ക് വീട്ടുകാരോട് മുല്ലയ്ക്ക് മണമില്ല. എനിക്ക് മാത്രല്ല, ആയുർവേദമേ കഴിക്കുന്ന ഒരാളല്ലത്. അപ്പൊ ഞാനിത് എന്നും എന്റെ റുട്ടീനാണ് ഇതിങ്ങനെ പറഞ്ഞു കൊടുക്കുക. എനിക്ക് ഗുണമുണ്ട്. പിന്നെ എനിക്ക് ഗുണമുണ്ടെന്ന് കരുതി അമ്മയ്ക്ക് ഗുണം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഗുണമുള്ള ആൾക്കാരുണ്ട് ഈ ലോകത്ത്. ഇവർക്കൊക്കെ ഭയങ്കര ഗുണമുണ്ട് ലോങ് ടേം യൂസേജിൽ കേട്ടോ. അപ്പം അത് മിത്തല്ലല്ലോ. അതെ, ഉറപ്പായിട്ടല്ല. അപ്പൊ അതിന് ഗുണമുണ്ടല്ലോ, അതൊന്ന് വിശ്വസിച്ചൂടെ? അപ്പൊ പിന്നെ ചിലർ ഭയങ്കരമായിട്ട് ഇതിനെ എതിർക്കും. അപ്പം വാഗ്വാദങ്ങൾ ഉണ്ടാവും, ഞാൻ റീസൺസ് പറയും. അങ്ങനെ ഓപ്പൺ ഡിബേറ്റ് ഒക്കെ നടന്നിട്ടുണ്ട്. ഭയങ്കരമായിട്ട് മ്യൂസിക് സർക്കിളൊക്കെ അടി ഉണ്ടായിട്ടുണ്ട്. സംസാരിച്ചിട്ട് അവസാനം ഞങ്ങൾക്ക് വയ്യ, മതി നിർത്തും, നമുക്ക് പാട്ട് എഴുതാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്.